മൾട്ടിബാഗർ സ്റ്റോക്കുകൾ അഥവാ ലോങ് ടേമിലേക്ക് നിക്ഷേപകർക്ക് ഗണ്യമായ പ്രോഫിറ്റ് നൽകുന്ന സ്റ്റോക്കുകൾ മെറ്റൽ സെക്ടറിൽ പ്രധാനപ്പെട്ട സ്ഥാനം കൈവരിക്കുകയാണ്. അടുത്ത കാലത്ത് ചില മൾട്ടിബാഗർ മെറ്റൽ സ്റ്റോക്കുകൾ 3%-ത്തിലധികം ഉയർച്ച പ്രകടിപ്പിക്കുകയും ചില ചാർട്ടുകളിൽ ഓവർസെറ്റ് പരിതസ്ഥിതി കാണപ്പെടുകയും ചെയ്യുന്നു. മെറ്റൽ ഡിമാൻഡിന്റെ വളർച്ച, കമ്പനികളുടെ ശക്തമായ ഫണ്ടമെന്റലുകൾ, മികച്ച ലാഭസാധ്യത, ആഗോള വിപണി ആവശ്യങ്ങൾ എന്നിവ ഈ സ്റ്റോക്കുകളുടെ പ്രാധാന്യം ഉയർത്തുന്നു. നിക്ഷേപകർക്ക് RSI മാർക്ക് പോലുള്ള ടെക്നിക്കൽ സൂചികകൾ ഉപയോഗിച്ച് ഓവർബോട്ട് സ്ഥിതികളിൽ നിന്ന് മെച്ചപ്പെട്ട എൻട്രി പോയിന്റുകൾ കണ്ടെത്താൻ കഴിയും. ഇത്തരത്തിലുള്ള ഒരു മെറ്റൽ സ്റ്റോക്കിനെ കുറിച്ചാണ് ഈ വീഡിയോയിൽ പറയുന്നത്. വിശദാംശം നോക്കാം. ജിൻഡാൽ സ്റ്റെയിൻലെസ് ലിമിറ്റഡ്. ന്യൂഡൽഹി ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഒരു ഇന്ത്യൻ സ്റ്റെയിൻലെസ് സ്റ്റീൽ നിർമ്മാതാക്കളാണ് ജിൻഡാൽ സ്റ്റെയിൻലെസ് ലിമിറ്റഡ്. ഇത് ഒപി ജിൻഡാൽ ഗ്രൂപ്പിന്റെ ഭാഗമാണ്. സ്ഥാപനത്തിന് പ്രതിവർഷം 2.9 ദശലക്ഷം ടൺ ഉരുകാനുള്ള ശേഷിയുണ്ട്. ഇത് ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്റ്റെയിൻലെസ് സ്റ്റീൽ നിർമ്മാതാക്കളായി മാറുന്നു. 1970-ൽ സംയോജിപ്പിച്ച ഇത് ലോകത്തിലെ ഏറ്റവും മികച്ച 5 സ്റ്റെയിൻലെസ് സ്റ്റീൽ നിർമ്മാതാക്കളിൽ ഇടം നേടി. ടെക്നിക്കൽ പെർഫോമൻസ്. ഷെയർ ഹോൾഡിംഗ്. പ്രൊമോട്ടർ 60.49%, FII 22.78%, DII 5.86%, പബ്ലിക് 10.86%. ഇമ്പോർട്ടന്റ് റേഷ്യോസ്. നെറ്റ് പ്രോഫിറ്റ് 2640, ഏണിംഗ് പെർ ഷെയർ 32.95, ഫിനാൻഷ്യൽ റേഷ്യോസ് 18.89. ടെക്നിക്കൽ ലെവൽസ്. ഓൾ ടൈം ഹൈ 848, 52 വീക്സ് ഹൈ 848, ലാസ്റ്റ് വീക്ക് ഹൈ 684. ജിൻഡാൽ സ്റ്റെയിൻലെസ് ലിമിറ്റഡ് 8.5 എബിറ്റിഡ മൂല്യനിർണ്ണയത്തെ അടിസ്ഥാനമാക്കി 836 എന്ന പുതുക്കിയ ടാർഗറ്റ് വിലയിൽ നിന്ന് വാങ്ങുക എന്നതിലേക്ക് അപ്ഗ്രേഡ് ചെയ്തു. ദുർബലമായ കയറ്റുമതി ഡിമാൻഡ്, സമീപകാലത്ത് ലാഭക്ഷമത കുറയുക തുടങ്ങിയ വെല്ലുവിളികൾക്കിടയിലും കമ്പനി പ്രതിരോധം പ്രകടിപ്പിച്ചു. 2026-ഓടെ കയറ്റുമതി വീണ്ടെടുക്കൽ പ്രതീക്ഷിക്കുന്നു. തന്ത്രപരമായ നിക്ഷേപങ്ങളും ശേഷി വിപുലീകരണവും വഴിയുള്ള ദീർഘകാല ഘടനാപരമായ വളർച്ച പ്രതീക്ഷിക്കുന്നു. സ്റ്റോക്ക് പ്രകടനം. സമീപകാല ട്രേഡിംഗിൽ JSL 3.41% ഉയർന്നു. വിപണി മൂലധനം 51,728 കോടി. 3 വർഷത്തിനിടെ സ്റ്റോക്ക് 206% വർദ്ധിച്ചു. അതിന്റെ മൾട്ടിബാഗർ സാധ്യതകൾ അടിവരയിടുന്നു. 52 ആഴ്ചത്തെ പരിധി 513-നും 848-നും ഇടയിലാണ്. ഇത് 1.1 ബീറ്റയ്ക്കൊപ്പം ഗണ്യമായ മൂവ്മെന്റ്സ് കാണിക്കുന്നു. വോളിയവും എബിറ്റഡ് ഔട്ട്ലുക്കും. ഫിനാൻഷ്യൽ ഇയർ 2025-26 വോളിയം വളർച്ച 4% മുതൽ 5% ആയി കണക്കാക്കുന്നു. ഇത് യഥാക്രമം 2.34 MT, 2.7 MT എന്നിവയിൽ എത്തുന്നു. 2027-ഓടെ വോളിയം 3.28 MT ആയി ഉയരുമെന്ന് പ്രതീക്ഷിക്കുന്നു. 2027-ൽ ഓൺലൈനിൽ വരുന്ന 1.2 MTPA-യുടെ പുതിയ കപ്പാസിറ്റി ഇതുവഴി നയിക്കും. കയറ്റുമതി ഇടിവിനെ ബാധിച്ച എബിറ്റഡ മാർജിനുകൾ 2025-ൽ ടണ്ണിന് 17,600-ൽ നിന്ന് 26-27-ഓടെ ടണ്ണിന് 19,000 ആയി ക്രമേണ മെച്ചപ്പെടുമെന്ന് പ്രതീക്ഷിക്കുന്നു. സ്ട്രാറ്റജിക് കാപെക്സും ROCE ഗ്രോത്തും. JSLലും വളർച്ചാ കാപെക്സിനായി ഏകദേശം 5,700 കോടി രൂപ അനുവദിച്ചിട്ടുണ്ട്. ഇന്തോനേഷ്യയിലെ 1.2 MDPS/MS വിപുലീകരണവും ജാജ്പൂരിലെ HRAP വിപുലീകരണവും പ്രധാന പ്രോജക്റ്റുകളിൽ ഉൾപ്പെടുന്നു. H1 2027 ഫിനാൻഷ്യൽ ഇയറോടെ പ്രവർത്തനക്ഷമമാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. 45% നികുതിക്ക് മുമ്പുള്ള ROCE നൽകുന്നു. ഏറ്റെടുക്കുന്ന ആസ്തികളിൽ നിന്ന് തുടക്കത്തിൽ കുറഞ്ഞ വരുമാനം ഉണ്ടായിരുന്നിട്ടും കാലക്രമേണ മെച്ചപ്പെട്ട വിനിയോഗവും ലാഭക്ഷമതയും വിശകലന വിദഗ്ധർ മുൻകൂട്ടി കാണുന്നു. ROCE 2025-ൽ 19% ആയിരുന്നത് 2027-ൽ 25% ആയി ഉയരുമെന്ന് പ്രതീക്ഷിക്കുന്നു. ജിൻഡാൽ സ്റ്റെയിൻലെസ് ലിമിറ്റഡ് അടുത്തിടെ ഹോൾഡ് എന്നതിൽ നിന്ന് വാങ്ങുക എന്നതിലേക്ക് ബ്രോക്കറേജുകൾ അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ 5 വർഷത്തിനിടയിൽ 1342% ചരിത്രപരമായ വരുമാനം നേടി കമ്പനി പ്രതിരോധശേഷി പ്രകടിപ്പിച്ചു.
എന്നിരുന്നാലും ആപേക്ഷിക ശക്തി സൂചിക പോലെയുള്ള സാങ്കേതിക സൂചകങ്ങൾ 22.5-ൽ ഓവർബോട്ട് അവസ്ഥകളൊന്നും വെളിപ്പെടുത്തുന്നില്ല. ഇത് സ്ഥിരമായ ഒരു വ്യാപാര മേഖലയെ നിർദ്ദേശിക്കുന്നു. മൂവിംഗ് അവറേജുമായി 5 ദിവസം മുതൽ 200 ദിവസം വരെ താരതമ്യപ്പെടുത്തുമ്പോൾ സ്റ്റോക്ക് മോശം പ്രകടനം കാഴ്ചവെച്ചു. വിപണിയുടെ ആക്കം അനുകൂലമായി മാറുകയാണെങ്കിൽ അത് തലകീഴായി മാറുമെന്ന സൂചന നൽകുന്നു. പ്രഡിക്ഷൻ. ധനം സ്മാർട്ട് ഇൻവെസ്റ്റ്മെന്റ് സൊല്യൂഷൻസിന്റെ കണ്ടെത്തൽ പ്രകാരം സ്റ്റോക്ക് ഒരു അപ്പ് മൂവ്മെന്റ് നടത്തും എന്ന് പ്രതീക്ഷിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യുക. കൺക്ലൂഷൻ. ജിൻഡാൽ സ്റ്റെയിൻലെസ് ലിമിറ്റഡ് ദീർഘകാല വളർച്ചയ്ക്ക് ശക്തമായ നിക്ഷേപ സാഹചര്യം അവതരിപ്പിക്കുന്നു. അതിന്റെ ശക്തമായ അടിസ്ഥാന ഘടകങ്ങളും സാങ്കേതിക സൂചകങ്ങൾ മെച്ചപ്പെടുത്തുന്നു. ക്വാർട്ടർ ടു ഫലങ്ങൾ താൽക്കാലിക വെല്ലുവിളികളെ പ്രതിഫലിപ്പിക്കുമ്പോൾ ഓഹരിയുടെ വീണ്ടെടുക്കൽ സാധ്യതയും അനുകൂലമായ വ്യവസായ പ്രവണതകളും ഹ്രസ്വകാലത്തേക്ക് 870-900 ലക്ഷ്യമിടുന്ന നിക്ഷേപകർക്ക് ശക്തമായ വാങ്ങലായി അതിനെ സ്ഥാപിക്കുന്നു. ദേശീയ ഇൻഫ്രാസ്ട്രക്ചർ പ്രോജക്റ്റുകൾ പെരുകുന്നതിനാൽ സ്റ്റെയിൻലെസ് സ്റ്റീലിനായി ശക്തമായ ആഭ്യന്തര ഡിമാൻഡ് ജെഎസ്എൽ തുടരുന്നു. സൂക്ഷ്മമായ മൂലധന അലോക്കേഷൻ തന്ത്രം നിലനിർത്തുന്നതിൽ കമ്പനിയുടെ ശ്രദ്ധ അതിന്റെ നിക്ഷേപങ്ങളിൽ കുറഞ്ഞത് 15% ROI ഉറപ്പാക്കുന്നു. ഒപ്പം മുൻകൈയെടുക്കുന്ന ഡെറ്റ് മാനേജ്മെന്റ് തന്ത്രങ്ങളും സ്റ്റെയിൻലെസ് സ്റ്റീൽ വിപണിയിൽ സുസ്ഥിരവും വളരുന്നതുമായ അവസരങ്ങൾ തേടുന്ന സാധ്യതയുള്ള നിക്ഷേപകർക്ക് ജെഎസ്എല്ലിനെ അനുകൂലമാക്കുന്നു. Thank you.